കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഖത്തറിന്റെ നിർണായക നീക്കം. അമേരിക്ക ഇറാൻ സംഘർഷത്തിന് അയവ് വരുത്താനും കഴിഞ്ഞ 6 മാസമായി അടഞ്ഞുകിടക്കുന്ന ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമുള്ള നയതന്ത്ര ശ്രമങ്ങളുമായി ഖത്തർ. ഇതിന്റെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി ഇന്ന് ടെഹ്റാനിലെത്തും. ഇറാനിയൻ തലസ്ഥാനത്ത് നേരിട്ടെത്തുന്ന ഖത്തർ പ്രധാനമന്ത്രി രാജ്യത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നിർണായക ചർച്ചകൾ നടത്തും. മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും സമാധാന ചർച്ചകൾക്ക് കളമൊരുക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം ഇറാനിയൻ ഭരണകൂടത്തിന് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും വിദേശകാര്യ മന്ത്രാലയ വക്താവുമായ ഡോക്ടർ മാജിദ് അൽ അൻസാരിയാണ് ഇന്ന് നടക്കുന്ന സന്ദർശനം എക്സിലൂടെ സ്ഥിരീകരിച്ചത്. മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാൻ നയതന്ത്രപരമായ ഇടപെടലുകൾ മാത്രമാണ് പോംവഴിയെന്നാണ് ഖത്തറിന്റെ നിലപാട്. ഹോർമുസ് കടലിടുക്കിലൂടെ ഫെബ്രുവരി 28-ന് മുൻപുണ്ടായിരുന്നതുപോലെയുള്ള സ്വതന്ത്ര നാവിക ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക എന്നതാണ് ഖത്തർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. സമുദ്ര ഗതാഗതത്തിനായി താൽക്കാലികമായി നിർദ്ദേശിക്കപ്പെടുന്ന പ്രത്യേക ഇടനാഴികളോ നിരീക്ഷണ പാതകളോ ശാശ്വത പരിഹാരമല്ലെന്നും യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് തടസ്സങ്ങളില്ലാത്ത കപ്പൽ ഗതാഗതം തിരികെ എത്തിക്കണമെന്നും ദോഹ വ്യക്തമാക്കുന്നു. വാഷിംഗ്ടണിനെയും ടെഹ്റാനെയും വീണ്ടും ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാനായി കഴിഞ്ഞ മാസങ്ങളിൽ ഖത്തർ നടത്തിയ തീവ്ര ശ്രമങ്ങളുടെ തുടർച്ചയായാണ് ഈ നിർണായക സന്ദർശനം. മേഖലയിലെ അശാന്തി രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ ഭക്ഷ്യ വിതരണ ശൃംഖലകളെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഖത്തർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഖത്തറിന്റെ സമാധാന ശ്രമങ്ങൾക്കിടയിലും മേഖലയിലെ സാഹചര്യങ്ങൾ കടുത്ത വെല്ലുവിളിയായി തുടരുകയാണ്. വ്യോമയാനം, കപ്പൽ ഗതാഗതം, സാങ്കേതികവിദ്യ, സ്വർണം, ഡിജിറ്റൽ ആസ്തികൾ തുടങ്ങിയ മേഖലകളിൽ ഇറാനെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. അതേസമയം ഹോർമുസ് കടലിടുക്കും പരിസരവും മൈനുകളിൽ നിന്നും വിമുക്തമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോൾ കപ്പലുകൾ വീണ്ടും മേഖലയിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചാൽ തകർക്കുമെന്ന നിലപാടിലാണ് ഇറാൻ. ഈ കടുത്ത ഭിന്നതകൾക്കിടയിലാണ് മേഖലയിൽ സുസ്ഥിര ശാന്തി ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ടെഹ്റാനിലേക്ക് തിരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.